നാരദന്റെ ഉപദേശം കേട്ട വ്യാസൻ ആ സരസ്വതി നദിയിൽ ആചമനം ചെയ്ത് അദ്ദേഹം കണ്ണടച്ച് ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുമ്പോഴാണ് അപശ്യത് പുരുഷം പൂർവം മായാഞ്ചർദപാശ്രയാം, പരമപുരുഷനായ ഭഗവാനെയും ആ ഭഗവാനെ മറച്ചു നിൽക്കുന്ന മായാശക്തിയും കണ്ടു. ഈ മായാശക്തി മൂലം, ഈ മായ കൊണ്ടാണ് എല്ലാവരും ബുദ്ധിമുട്ടുന്നു. എന്താ ബുദ്ധിമുട്ട്? ഈ നശ്വരமான ശരീരത്തിന് ഞാൻ വിചാരിച്ച് എല്ലാവരും ബുദ്ധിമുട്ടുന്നു. അതിനെ എല്ലാവർക്കും ജ്ഞാനം ഉണ്ടാവണം. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഭക്തി വേണം. എല്ലാവർക്കും ഭക്തി ഉണ്ടാവട്ടെ വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഭാഗവതം രചിച്ചു. ആ ഭാഗവതം 18,000 ഗ്രന്ഥമായി രചിച്ച് തൻ്റെ പുത്രനായ ശ്രീശുകനക്ക് ഉപദേശം കൊടുത്തു. പറഞ്ഞപ്പോഴാണ് ശൗനകൻ ചോദിക്കുന്നു, സവൈ നിവൃത്തിരതഃ സർവത്രോപേക്ഷകോ മുനിഃ കസ്യ വാ ബൃഹതീമേ താം ആത്മാരാമഃ സമഭ്യസത്. ജ്ഞാനികൾ ഗ്രന്ഥം പഠിക്കേണ്ട ആവശ്യമില്ല. കിം പഠനീയം കിം അപഠനീയം കിം ബോദ്ധവ്യം കിമബോദ്ധവ്യം സർവം ബ്രഹ്മമയം. നമുക്കൊക്കെ ഗ്രന്ഥങ്ങൾ വായിക്കണം ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടി. ജ്ഞാനം പ്രാപിച്ച മഹാത്മാക്കൾക്ക് ഗ്രന്ഥം വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ജ്ഞാനിയായ ശുകാചാര്യൻ പോലും ഭാഗവതം പഠിച്ചു പറയാൻ കാരണം ആത്മാരാമാശ്ച മുനയഃ നിർഗ്രന്ഥ അപ്യുരുക്രമേ കുറുവന്തി അഹൈതുകീം ഭക്തിം ഇച്ഛംഭൂത ഗുണോഹരിഃ. ആ ഭഗവാന്റെ ഗുണങ്ങൾ കേട്ടപ്പോൾ ശുകാചാര്യനക്ക് തോന്നി ആ ഗുണങ്ങൾ പാടണം. ആ ഭഗവാന്റെ ഗുണങ്ങൾ കഥകൾ പാടിയാലേ ഭക്തന്മാർ സന്തോഷിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഹരേർ ഗുണാക്ഷിപ്തമതി ഭഗവാൻ ബാദരായനി അധ്യഗാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ. വിഷ്ണുജനപ്രിയനായ ബാദരായനി ശ്രീ ശുകാചാര്യൻ ഭക്തന്മാരെ സന്തോഷിപ്പിക്കണം. അപ്പോൾ ഭക്തന്മാരെ സന്തോഷിപ്പിക്കണമെങ്കിൽ അവർക്ക് നല്ല പാൽപ്പായസമോ ഇല്ലെങ്കിൽ അവർക്ക് നല്ല വസ്ത്രമോ ഇല്ലെങ്കിൽ അവർക്ക് ധനമോ കൊടുത്താൽ കൂടുതൽ സന്തോഷിക്കാറില്ല. ഭക്തന്മാർക്ക് ഭഗവാന്റെ കഥകൾ പാടുമ്പോഴാണ് കൂടുതൽ സന്തോഷം. അപ്പോൾ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ ശുകാചാര്യൻ ഭാഗവതം പഠിച്ചു. പിന്നെ അത് പരീക്ഷത്തിന് ഉപദേശം കൊടുത്തു പറഞ്ഞപ്പോഴാണ് പരീക്ഷത്തിന് ഉപദേശം കൊടുക്കാൻ എന്താ കാരണം, ആ പരീക്ഷത്തിൻ്റെ കഥ കൂടി പറയാനേ പ്രാർത്ഥിച്ചപ്പോഴാണ് മഹാഭാരതത്തിൽ നിന്നാണ് ഇവിടെ തുടങ്ങുന്നു. മഹാഭാരതം 18ാമത്തെ ദിവസം ദുര്യോധനൻ ഭീമന്റെ ഗദ കൊണ്ട് അടി വാങ്ങി ഇങ്ങനെ തുടമുറിഞ്ഞ് കിടക്കുന്നു. ആ സമയത്ത് അശ്വത്ഥാമാവ് ദുര്യോധനൻ്റെ അടുത്ത് വന്ന് എനിക്ക് പട്ടാഭിഷേകം നടത്തൂ, ഞാൻ പാണ്ഡവന്മാരെ വധിച്ചേക്കാം എന്ന് പറഞ്ഞ് അശ്വത്ഥാമ ദുര്യോധനൻ്റെ അനുമതിയും വാങ്ങി പാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടി വന്നു. അവിടെ വന്നപ്പോൾ പാണ്ഡവന്മാർ അവിടെ ഇല്ല. പാണ്ഡവന്മാരെ വിളിച്ചുകൊണ്ട് ഭഗവാൻ ഗംഗാതീരത്തിലേക്ക് ചെന്നു. എന്താ കാരണം? കുന്തി ദേവി പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ 5 മക്കളെ രക്ഷിക്കണം. അത് കുന്തിയുടെ പ്രാർത്ഥനയാണ് ബുദ്ധിമുട്ടായത്. എല്ലാവരെയും രക്ഷിക്കണം അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ 5 കുട്ടികളെ മാത്രം രക്ഷിക്കണം പറഞ്ഞപ്പോൾ 5 മക്കളെ മാത്രം രക്ഷിക്കേണ്ടി വന്നു ഭഗവാൻ. പിന്നെ വേറെ കുട്ടികളൊക്കെ മരിച്ചു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയാണ് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ചില ആളുകൾ പ്രാർത്ഥിക്കും, കല്യാണത്തിൽ താലി കെട്ടുന്നത് വരെ ശണ്ട വരാൻ പാടില്ല. എന്താ അർത്ഥം? താലി കെട്ടിയ ശേഷം തന്നെ തുടങ്ങിക്കട്ടെ മഹാഭാരതം, അങ്ങനെ അർത്ഥമായിപ്പോ. ഇവിടെ എൻ്റെ 5 മക്കളെ രക്ഷിക്കണേ പ്രാർത്ഥിച്ചപ്പോൾ പാണ്ഡവന്മാർ മാത്രം വിളിച്ചുകൊണ്ട് ഭഗവാൻ ഗംഗാതീരത്തിൽ ചെന്നു. പക്ഷേ പാണ്ഡവന്മാരുടെ കുട്ടികൾക്ക് രക്ഷയ്ക്കായി അവിടെ മഹാദേവനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ മഹാദേവൻ തൻ്റെ അംശമായ ഒരു ഭൂതത്തിനെ അവിടെ ഏർപ്പാട് ചെയ്തിരുന്നു പാണ്ഡവന്മാരെ രക്ഷിക്കാൻ വേണ്ടി, അവരുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി. അശ്വത്ഥാമാവ് മിടുക്കനാണ്.
എന്ത് ചെയ്തു? അവിടെ വന്ന് രുദ്രം ജപിച്ചു. മഹാദേവന്റെ രുദ്രം വളരെ ഇഷ്ടമാണ്. ശ്രീരുദ്രം മഹാദേവന്റെ 300 നാമങ്ങൾ കൊണ്ട് ചൊല്ലുന്ന മഹാമന്ത്രമാണ് നമോ ഭഗവതേ രുദ്രായ. ആ രുദ്ര പാരായണം ചെയ്തപ്പോൾ മഹാദേവൻ സന്തോഷിച്ച് എന്ത് വേണം ചോദിച്ചപ്പോൾ എനിക്ക് ഒന്ന് ഉള്ളിലേക്ക് കടക്കണം. ശരി പറഞ്ഞ് ഉള്ളിലേക്ക് വിട്ടപ്പോൾ പാണ്ഡവന്മാരുടെ കിടക്കയിൽ അവിടെ കുട്ടികൾ കിടന്നുറങ്ങുന്നു. അശ്വത്ഥാമ ശ്രദ്ധിച്ചിട്ടില്ല. പാണ്ഡവന്മാരാണ് വിചാരിച്ച് അവരെ 5 പേരെയും വധം ചെയ്തു. ദുര്യോധനന്റെ അടുത്ത് കാണിച്ചപ്പോഴാണ് ഉപാഹരത് വിപ്രിയമേവ തസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. ദുര്യോധനർക്ക് പോലും വളരെ സങ്കടമുണ്ടായി, പാണ്ഡവന്മാരുടെ കുട്ടികളെ കൊണ്ടുള്ളതാണ്. പിന്നെ ഈ വിഷയം മനസ്സിലാക്കി ദ്രൗപദി കരയാൻ തുടങ്ങി. ദ്രൗപദി കരഞ്ഞപ്പോൾ കൃഷ്ണാന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ കൃഷ്ണനും അർജുനനും അവിടെ വന്ന് സമാധാനം ചെയ്തു. നിന്റെ കുട്ടികളെ കൊന്ന ആളുടെ തലയെ കൊണ്ടുവരാം, അവൻ്റെ തലയിൽ കയറി ഇരുന്നിട്ട് നീ കുട്ടികൾക്ക് തർപ്പണം ചെയ്യൂ എന്ന് പറഞ്ഞ് അശ്വത്ഥാമാവിനെ പിടിക്കാൻ പുറപ്പെട്ടപ്പോൾ അശ്വത്ഥാമാവ് ചെയ്തു ഒരു ബ്രഹ്മാസ്ത്ര പ്രയോഗം ചെയ്തു. ബ്രഹ്മാസ്ത്രം പറഞ്ഞാൽ ഈ ലോകത്തെ നശിപ്പിക്കുന്ന മഹാ അസ്ത്രമാണ്. അത് വന്നപ്പോൾ പെട്ടെന്ന് അർജുനൻ വിഷമിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസ്കൃതേഹേ. അർജുനൻ പറയുന്ന ആദ്യമായ സ്തോത്രം 4 ശ്ലോകമാണ്. 4-5 ശ്ലോകമേ ഉള്ളൂ. ഈ സ്തോത്രം കേട്ട് ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നീയും ഒരു ബ്രഹ്മാസ്ത്രം അയച്ചോളൂ. പിന്നെ 2 ബ്രഹ്മാസ്ത്രത്തിന് പ്രയോഗം ചെയ്യുന്നത് പോലെ അത് നിർത്താണം പഠിപ്പിച്ചിരുന്നു ദ്രോണൻ അർജുനനടുത്ത്. അശ്വത്ഥാമാവിനെ പ്രയോഗം മാത്രമേ ചൊല്ലിക്കൊടുത്തിട്ടുള്ളൂ, അത് നിർത്താൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ മന്ത്രത്തെ വേറെ വിധത്തിൽ പറഞ്ഞാൽ അത് നിർത്താനുള്ള മന്ത്രമാകും. അങ്ങനെ അശ്വത്ഥാമ പറഞ്ഞയച്ച ബ്രഹ്മാസ്ത്രവും അർജുനൻ പറഞ്ഞ ബ്രഹ്മാസ്ത്രം രണ്ടും ഒന്നിച്ച് ചേർന്ന് ലോകത്തിനെ നശിപ്പിക്കാൻ പുറപ്പെട്ടപ്പോൾ വീണ്ടും മന്ത്രങ്ങൾ പറഞ്ഞ് ആ ബ്രഹ്മാസ്ത്രത്തെ നിർത്തി അർജുനൻ. പിന്നെ അശ്വത്ഥാമാവിനെ കട്ടി കൊണ്ടുവരുന്നു സഭയിലേക്ക്. അങ്ങനെ അശ്വത്ഥാമാവിനെ കണ്ടപ്പോൾ മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരുഹൂം. ഈ അശ്വത്ഥാമാവിനെ അഴിച്ചു വിട്ടോളൂ, ഗുരുനാഥനാണ്. ഗുരുനാഥനെ എങ്ങനെ പൂജിക്കണമോ അതേപോലെ ഗുരുനാഥൻ്റെ പുത്രനെയും പൂജിക്കണം എന്ന് പറഞ്ഞ് ദ്രൗപദി നമസ്കരിക്കുന്നു. ദ്രൗപദി നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ധർമ്മപുത്രൻ എല്ലാവരും ശരിയാണ്, അശ്വത്ഥാമ ഗുരുപുത്രനല്ലേ, അഴിച്ചുവിടാൻ തീരുമാനിച്ചു. അപ്പോൾ ഭീമൻ പറഞ്ഞു, ഗുരുപുത്രനായാലും ആയുധം എടുത്ത് നമ്മളെ വധം ചെയ്യാൻ വന്നില്ലേ, അതുകൊണ്ട് വധം ചെയ്തവർക്ക് വധം തന്നെയാണ് ശിക്ഷ. നമ്മുടെ കുട്ടികളെ വധം ചെയ്ത അശ്വത്ഥാമാവിനെ വധിക്കണം എന്നാണ് ഭീമൻ പറയുന്നു. ദ്രൗപദി വേണ്ടാൻ പറയുന്നു, ഭീമൻ വധിക്കണം പറയുന്നു. അർജുനനക്ക് എന്ത് ചെയ്യണം ഒരു പിടിയില്ലാതെ കൃഷ്ണനോട് ചോദിക്കുന്നു, അപ്പോൾ ഞാൻ എന്താ ചെയ്യണം? അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. രണ്ടും പറഞ്ഞു, ബ്രഹ്മബന്ധുർനഹന്തവ്യഃ ആദതായി വധാർഹണഃ. നീ എങ്ങനെ നോക്കുന്നുവോ അതുപോലെ ചെയ്യും. ബ്രാഹ്മണന് തോന്നിയാൽ വധിക്കേണ്ട, ശത്രുവിന് തോന്നിയാൽ വധിച്ചോളൂ. രണ്ടും പറഞ്ഞു. ഒന്ന് നീതിയാണ്, ഒന്ന് ധർമ്മമാണ്. ധർമ്മം എന്താണ്? ഗുണം. നമ്മളെ ദ്രോഹിച്ച ഒരാളെ നമ്മൾ ക്ഷമയോട് അവനെ പറഞ്ഞു വിട്ടാൽ അതെന്താണ്? ഗുണം, നല്ല ഗുണം. പക്ഷേ നീതി എന്താണെന്ന് ചോദിച്ചാൽ തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷ കൊടുക്കുന്നതാണ് നീതി. ഇപ്പോൾ ഗൾഫ് കൺട്രിയിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ കടുത്ത ശിക്ഷയാണ്. കൈ കൊണ്ട് തെറ്റ് ചെയ്താൽ കൈ മുറിക്കും, കാല് കൊണ്ട് തെറ്റ് ചെയ്താൽ കാല് മുറിക്കും. ഇങ്ങനെ കടുത്ത ശിക്ഷ ഉള്ളത് കൊണ്ടാണ് അവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ വന്ന് ഭാരതത്തിൽ എന്ത് ചെയ്താൽ കുഴപ്പമില്ല, അവ വിട്ടോളൂ. അങ്ങനെ കടുത്ത ശിക്ഷ കൊടുക്കുമ്പോഴേ നാട് നന്നാവുള്ളൂ. ഭീമൻ അതാണ് പറയുന്നത്, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കണം. ഭീമൻ പറയുന്നത് ന്യായം, ധർമ്മപുത്രൻ ദ്രൗപദി പറയുന്നത് ഗുണമാണ്, അഴിച്ചു വിട്ടോളൂ, കുഴപ്പമില്ല. ഇപ്പൊ ഗുണമാണ് എടുക്കണം, നീതിയാണ് എടുക്കണം. സംശയം വന്നപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, രണ്ടും ചെയ്യാം
രണ്ടും ചെയ്യാൻ പറഞ്ഞാൽ അത് ഭഗവാന്റെ ഹൃദയം എന്താണ് മനസ്സിലാക്കേണ്ടേ? അത് അർജുനർക്ക് മാത്രം മനസ്സിലായി. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പറയുന്ന ഭഗവാൻ ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാൻ പറഞ്ഞാൽ അർത്ഥം ഭഗവാനക്ക് താത്പര്യം ഇല്ലാൻ മനസ്സിലാക്കി അശ്വത്ഥാമാവൻ്റെ ശിരസിലിരിക്കുന്ന കുടുമിയും അവൻ്റെ ശിരസിലിരിക്കുന്ന ഒരു മടിയും ചേർത്ത് അത് സ്വീകരിച്ചു. കാരണം ബ്രാഹ്മണന്മാർക്ക് വധശിക്ഷ പാടില്ലേ. 3 ശിക്ഷ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വപനം, ദ്രവിനാദാനം, സ്ഥാനാൻ നിര്യാപണം. ശാരീരികമായ ശിക്ഷ കൊടുക്കാൻ പാടില്ല. വപണം അവിടെ കുടുമ അവിടെ കേശം മുറിച്ച് കളയണം. ദ്രവിനാദാനം സ്വത്ത് എടുക്കണം. പിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കണം. ഇത് 3 ശിക്ഷയാണ്. ഇത് 3ഉം ചേർത്ത് കൊടുത്തു. വപണം, ദ്രവിനാദാനം, സ്ഥാനാൻ നിര്യാപണം തഥാ. ഈ കേശം എടുക്കുന്നത് എന്തിനാ ചോദിച്ചാൽ തലയെടുക്കുന്നതിൻ്റെ തുല്യമാണ്. അതുകൊണ്ട് തന്നെ പഴനി, തിരുപ്പതി മുതലായ ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾ മുടി കാണിക്കാൻ നമ്മുടെ മുടി സമർപ്പിക്കണം. മുടി സമർപ്പിക്കുന്ന താല്പര്യം നമ്മുടെ തല തന്നെ അവിടെ സമർപ്പിക്കുന്നതായി സങ്കല്പം. പിന്നെ അതിൽ ചെറിയ കുട്ടികൾക്ക് പണ്ടൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ തിരുപ്പതി, പഴനി മുതലായ ക്ഷേത്രങ്ങളിൽ ചെന്ന് അതിൽ ഒരു ശാസ്ത്രമുണ്ട്. എന്താ, ഗർഭകാലത്തിൽ കുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ അങ്ങനെ അഴുക്ക് വലത്തിൽ കിടക്കുന്നു. അപ്പോൾ പുറത്ത് വന്ന ശേഷം 1 കൊല്ലം കഴിയുമ്പോൾ ആ മുടിയൊക്കെ ഭഗവാനൊക്കെ സമർപ്പിക്കുമ്പോൾ എന്താവും, രോഗങ്ങളൊക്കെയും വരില്ലേ. പിന്നെ 1 തവണ പോരാ 2-3 തവണ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ ആദ്യത്തെ മുടി സമർപ്പിക്കുമ്പോൾ ബാക്കി കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ശുദ്ധമാവട്ടെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ അശ്വത്ഥാമാവൻ്റെ കൊടുമ എടുത്ത് അവൻ്റെ ശിരസിലിരിക്കുന്ന മടിയും എടുത്തപ്പോൾ അശ്വത്ഥാമാവ് വീണ്ടും ഒരു ബ്രഹ്മാസ്ത്ര പ്രയോഗം നടത്തി. പാണ്ഡവന്മാർക്ക് വംശം ഉണ്ടാവാൻ പാടില്ലേ, അപാണ്ഡവമിതം കർത്തും അങ്ങനെ സങ്കല്പിച്ചിട്ടാണ് ബ്രഹ്മാസ്ത്രം അയച്ചു. പിന്നെ വീണ്ടും ഒരു 5 ബ്രഹ്മാസ്ത്രം തനിത്തനിയായിട്ട് ധർമ്മപുത്രനുക്ക്, ഭീമനുക്ക്, അർജുനനുക്ക്, നകുലസഹ 5 ബ്രഹ്മാസ്ത്രം. ഈ സമയത്ത് പാണ്ഡവന്മാർക്കയുടെ ആയുധമില്ലേ. എന്താ കാരണം, ഭഗവാൻ ദ്വാരകയ്ക്ക് പുറപ്പെടുന്ന സമയമാണ്. ഭഗവാൻ ദ്വാരകയ്ക്ക് പോകുമ്പോൾ ഒരാളെ പറഞ്ഞു വിടുമ്പോൾ ടാറ്റ പറയുമ്പോൾ കയ്യിൽ ഗതി വെച്ച് ടാറ്റ പറഞ്ഞാൽ നന്നാവുമോ? അതുകൊണ്ട് ഭീമൻ അവർക്ക് ആയുധമില്ലാതെ ഭഗവാനോട് വഴി അവർക്ക് പറഞ്ഞു വിടാൻ വേണ്ടി വന്ന സമയത്തിലാണ് 5 ബ്രഹ്മാസ്ത്രം പാണ്ഡവന്മാർ നോക്കി വരുന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ വിചാരിക്കാൻ അടുത്ത് എന്താ ചെറിയ കത്തി, ചെറിയ ആയുധമൊക്കെ വെച്ചിട്ടുണ്ടാവും, അത് എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഭഗവാൻ പെട്ടെന്ന് സുദർശന ഭഗവാനെ വിളിച്ചു. സുദർശനേന സ്വാസ്ത്രേണ സ്വാണാം രക്ഷാം യഥാത് വിഭുവും. ഭഗവാൻ സാധാരണ രീതിയിൽ ഓടക്കോളെ വെച്ചിട്ടുണ്ടാവും, കയ്യ ഉയർത്തിയാൽ അപ്പോൾ ആ സമയത്ത് സുദർശന ചക്രം വന്നു. അങ്ങനെ സുദർശന ചക്രത്തിനെ കൊണ്ട് പാണ്ഡവന്മാരുടെ 5 പേർക്ക് പറഞ്ഞു വിട്ട് ബ്രഹ്മാസ്ത്രത്തെ ഭഗവാൻ തടഞ്ഞു നിർത്തി. അതേ സമയത്തിൽ പാണ്ഡവന്മാരുടെ വംശത്തിൽ ഒരു ഉണ്ണി മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. അഭിമന്യുയുടെ പുത്രനായ പരീക്ഷിത്ത് ഉത്തരാദേവി ഗർഭത്തിൽ. ആ ഗർഭപാത്രത്തിൽ ബ്രഹ്മാസ്ത്രം വന്ന് പീഡിപ്പിക്കുമ്പോൾ ആ ഉത്തരാദേവി ഈ സങ്കടം ആരോടാണ് പറയുന്നത് വിചാരിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് വാതിലിൽ ഭഗവാൻ വരണത കണ്ടു. ഉടനെ ഭഗവാന്റെ കാൽകളിൽ വീണ് നമസ്കരിക്കുന്നു. പാഹി പാഹി മഹായോഗിന്നേ ദേവദേവാ ജഗത്പതേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യുഃ പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്തായസോ വിഭോ കാമം ദഗതു മാം നാഥ മാമേ ഗർഭോ നിപത്യതാം. ഭഗവാനെ, എൻ്റെ ഉണ്ണിയെ രക്ഷിക്കണേ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. ഇതാണ് അമ്മമാരൊക്കെ പ്രാർത്ഥിക്കും. അച്ഛനമ്മമാർ എന്ത് വിചാരിക്കും, ഞങ്ങൾ സങ്കടപ്പെട്ടാലും കുഴപ്പമില്ല, കുട്ടികൾ നന്നാവണം എന്ന് വിചാരിക്കുന്നത് അച്ഛനമ്മമാരാണ്. കാരണം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു ചെറിയ രൂപം സ്വീകരിച്ച് ആ ഉത്തരാദേവി ഗർഭപാത്രത്തിൽ ചെന്ന് അവിടെ ഇരിക്കുന്ന ബ്രഹ്മാസ്ത്രത്തെയും ഭഗവാൻ സമർപ്പിച്ചു. ഈ ഭഗവാന്റെ അദ്ഭുത ചേഷ്ടിതം കണ്ടപ്പോൾ കുന്തി അത്ഭുതപ്പെട്ടു. കുന്തിദേവി ആദ്യമായി ഭഗവാൻ അവിടെ സ്തുതിക്കുന്നു. നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതിഃ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം.